അപ്പോൾ ഹലോ ഗൈസ്, ഞാനെന്നുള്ളത് കൈനഗരിയിലാണ്. അമ്മയുടെ വീട്ടിൽ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നത് 2-3 ദിവസം മുമ്പ്. പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിലും തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അതുപോലെ മഴയും കാറ്റും ഒക്കെയാണ്. ആറൊക്കെ കവിഞ്ഞ് റോഡിലേക്ക് വെള്ളം കയറിയിരിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ സംഭവിച്ചത് 2018 അവസാനം ഭയങ്കരമായിട്ട് വെള്ളം കയറിയ സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മഴ ജസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ റോഡിലേക്ക് ആറുന്ന വെള്ളം കവിഞ്ഞ് കയറുന്ന അവസ്ഥയാണിത്. ഇപ്പോൾ ഈ വെള്ളത്തിൽ കൂടെ തന്നെ നടക്കേണ്ട ആവശ്യമില്ല. സൈഡിലൊരു ചെറിയ കൽക്കെട്ട് പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് അതിൽ കൂടെ നടക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം അപ്പുറത്തേക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇവിടെ പൊക്കാൻ കൂടെ ആരില്ല. ഒന്ന് മഴയാണ്, പിന്നെ കാറ്റും ഉണ്ട്. എൻ്റെ കയ്യിൽ കുടയുണ്ട്. എങ്ങാനും തെന്നിയൊക്കെ എങ്ങോട്ടെങ്ങാനും വീണ് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ നീന്താൻ കൂടെ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിൽ കൂടെ തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. ഈ പാലത്തിൽ കയറാൻ ഭയങ്കര പാടായിരുന്നു. കാരണം എൻ്റെ ഈ കുട ഉള്ളതുകൊണ്ട് കാറ്റും കൂടി പിടിക്കുന്നതുകൊണ്ട് കയ്യിൽ നിന്ന് കുട പറന്നു പോകുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് ബാഗും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു ഈ പാലം കയറാനായിട്ട്. ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് എങ്ങനെ പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബോട്ടിന് പോകണോ ബസ്സിന് പോകണോ എന്നുള്ള കൺഫ്യൂഷനാണ്. ബോട്ടിനാണെങ്കിൽ 45 മിനിറ്റ് എടുക്കും. അപ്പോൾ ഇപ്പോഴാണ് കാറ്റിൻ്റെ ഒരു വിഷയം കൂടെ ഉള്ളതുകൊണ്ട് ഒരു അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ബസ്സിന് വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റൂട്ടാണ് കാണുന്നത്. താഴെ കൂടെ അതുവഴിയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ഫുള്ള് മുങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്കിനി വേറൊരു റൂട്ടും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വഴി വന്നത്. പക്ഷേ ഈ വഴി നിങ്ങളൊന്ന് നോക്ക്, അതിനേക്കാളും പ്രശ്നമായിരുന്നു. അവിടെ ഒരു തോടുണ്ട്. ആ തോട് കവിഞ്ഞിട്ട് റോഡ് ഏതാ തോട് ഏതാന്ന് മനസ്സിലാവാത്തൊരവസ്ഥ. ആദ്യമൊക്കെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓർത്തു ഈ ഒരു റോഡ് കുറച്ച് പൊങ്ങിയാണ്, അപ്പം വലുതായിട്ട് വെള്ളം കാണത്തില്ലല്ലോ എന്ന് വെച്ച് ഞാൻ തോടിൻ്റെ കാര്യം മറന്നുപോയി ഗൈസ്. തോട്ടിൽ നിന്ന് ഫുള്ള് വെള്ളം റോഡിലേക്ക് കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം ഇറക്കമായതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ തീരെ മനസ്സിലാവില്ല റോഡാണോ തോടാണോ എന്നുള്ളത്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ശരിക്കും അറിയാത്തൊരാൾ വന്ന് എനിക്കൊന്ന് പെട്ടുപോകായിരിക്കും. വീടുകളിലേക്ക് അവസ്ഥ നിങ്ങൾ നോക്ക്, ഫുള്ള് വെള്ളം കയറിയിരിക്കുവാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും ഇറക്ക സമയമാണ്, വെള്ളം ഇറങ്ങുന്ന സമയമായിട്ട് തന്നെ വീടുകളിലൊക്കെ അത്രയും വെള്ളമുണ്ട്. ശരിക്കും ഉച്ചയൊക്കെ കഴിഞ്ഞൊരു 3 മണിയാണ് ശരിക്കും ഇത് ഏറ്റം വരുന്നത്. അപ്പോഴാണ് ശരിക്കും ഒന്നുമല്ല, ഇതിലും വെള്ളം ശരിക്കും കയറും. നമുക്ക് ആ സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അതുപോലെ വെള്ളം കയറുന്നതുകൊണ്ട് ഒരു ഇറങ്ങാനൊക്കെ കുറച്ച് പാടുള്ളതുകൊണ്ടാണ് നമുക്ക് അതൊന്നും ശരിക്കും എടുക്കാൻ പറ്റാത്തത്. ഇതുണ്ടോ, തോടേതാ റോഡേതാ നമുക്ക് മനസ്സിലാവുന്നില്ല. വെള്ളം ഉൾപ്പെടെ എല്ലാം അവിടെ കിടപ്പുണ്ട്. നമുക്ക് ശരിക്കും നടക്കുന്നതനുസരിച്ച് വെള്ളം കൂടി വരിക. എനിക്കാണെങ്കിൽ റോഡ് എത്തിയപ്പോഴൊരു സമാധാനമായത്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് വന്നത്. ബസ് റൂട്ട് ഞാൻ വിചാരിച്ചു ബസ് കയറി കഴിഞ്ഞപ്പോൾ അത്രയും വലിയ വെള്ളമായിരുന്നു. പക്ഷെ പോകെ മറ്റേ പാടത്തിൻ്റെയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പാടവും റോഡും ശരിക്കും പറഞ്ഞാൽ പാടം റോഡ് ഒന്നും മനസ്സിലാവുന്നില്ല. ഡ്രൈവർമാരൊക്കെ എപ്പോഴും വന്ന് അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുമായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അറിയാത്ത ആരും ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കണ്ടോ, റോഡും വെള്ളവും ഫുള്ള് തോടും എല്ലാം ഒരുമാതിരി കിടക്കുവാണ്, തീരെ മനസ്സിലാവില്ല. ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ടൊക്കെ ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. ബായ്.